ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ രാവിലെ ഇന്നലെ നമ്മൾ ഒരിടത്തൊക്കെ പോയിട്ട് ഒരുപാട് താമസമായിരുന്നു. നമ്മൾ പുളിമാത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് താമസത്തിന് ശേഷം ഞാൻ നേരെ ഇന്ന് രാവിലെ വന്ന് സ്കൂൾ വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ച് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി. ഉച്ചയ്ക്കല്ല, ഏകദേശം ഞാൻ ഓടാൻ പോയില്ല, നേരെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു തട്ടിക്കൂട്ട് വേർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കഴിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയ കുറച്ച് കാഴ്ചകളും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്കൂളിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ കാഴ്ചകളിലേക്ക് പോയാലോ, നമുക്ക് പോവാം. കൂട്ടുകാരെ, ഞാൻ ഇപ്പം തൊട്ടതാ ചോറൊക്കെ എടുത്ത് പഠിച്ചു വെച്ചു കേട്ടോ. ചോറ് വച്ചിരിക്കുന്നു. അപ്പം ചോറായിട്ടുണ്ട്. കലരും കിടക്കണല്ലേ, തീരെ കലരും ഉണ്ട്. അപ്പോൾ ഒരു കട്ടൻ കുടിക്കാന്ന് വിചാരിച്ചിട്ടാ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഒരു കട്ടനൂടെ കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഇവിടെ അമ്മ തൂത്ത് വൃത്തിയാക്കി കൊണ്ട് നമ്മൾ ഒരാളെ അമ്മേനെ സഹായിക്കാൻ വേണ്ടി പോവുക. അവളെ ഒരു അലമാരയുണ്ട്, പിന്നെ അവളെ അലമാര അവള് തുടച്ച് വൃത്തിയാക്കണത്. ഓ മീനോട്ടി, ഇന്ന് മീനോട്ടി പഠിക്കാൻ പോയില്ല. മീനോട്ടി എന്തൊരു പകരം വീട്ട്, അതുകൊണ്ട് ഇന്ന് നല്ല ബുദ്ധി തോന്നിയിട്ട് അമ്മയ്ക്ക് സഹായിക്കുന്നു. എവിടെ ഇങ്ങോട്ട് നോക്ക്. അത് തന്നെ എന്റെ പുതുപുത്തൻ അലമാര കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ചോറൊക്കെ വടിച്ച് വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും കിടന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഇനി പെട്ടെന്ന് തട്ടിക്കൂട്ടി കറി വെക്കാൻ പോവുകയാണ്. അപ്പം ഒരു രസം വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം രസത്തിന് വേണ്ടി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, തക്കാളിയും ഉള്ളി. അപ്പം തക്കാളി അരിഞ്ഞപ്പോൾ അതിൻ്റെ മൂട് പാകമാണ്. ഇത് ഞാൻ എനിക്കായിട്ട് വാങ്ങിച്ചതാണ്, എന്തിനാണെന്ന് പറയാം. അപ്പം തേൻ എടുത്തിട്ടുണ്ടേ. അപ്പം നമ്മൾ ഈ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ നമ്മുടെ പാചകം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു പൊടിക്കൈ എന്ന വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഇതാണ് കേട്ടോ. ഞാൻ വെറുതെ കാണിക്കുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയൊക്കെ തക്കാളി അരിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ആ തേൻ ഒരു തുള്ളി വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാചകവും നടക്കും, നമ്മുടെ കാര്യവും നടക്കും. നമുക്ക് നല്ലതോട്ട് നമ്മുടെ മുഖത്തൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം തേനും ഈ തക്കാളി നീരൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. തക്കാളി നീരൊക്കെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടുത്ത് പാചകം ചെയ്യണം. ഒരു സൈഡിൽ കൂടെ വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ കളയാതെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇതുകൊണ്ടുള്ള ഉപയോഗം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇവിടുത്തെ തക്കാളി എടുത്ത് തിന്ന് തീക്കാണ്. നമ്മുടെ സ്കിന്നിന് തക്കാളി നീര് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുഖത്തെ പാടൊക്കെ നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ തേനും ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ തൈരും കൂടെ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ഒരു തുള്ളി തേനും തക്കാളിയൊക്കെ നീരും കൂടി ചേർത്ത് തേച്ച് മാറും. അതെ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ കാര്യം നോക്കാതെ ഇങ്ങനെ നോക്ക് വെച്ചു. എന്തൊരു ചിരി. ഓക്കെ, ശരി. അപ്പം നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, തട്ടിക്കൂട്ട് രസത്തിന് നമ്മുടെ എണ്ണയിൽ കടുക് വറുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 മണിയാവാറായിട്ട്. ഇപ്പം ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ ഇട്ട് നല്ല വഴണ്ട് വന്നപ്പോൾ അരിത്തിരി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനടുത്തിട്ട് നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒത്തിരി ഉപ്പും കൂടെയൊക്കെ ഇട്ട് നല്ല ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടെ നമ്മളിതാ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാചകത്തിൽ നമ്മൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ കായം, ഒരു കുഞ്ഞു കട്ടക്കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ രസം റെഡി. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന ഒരു തേങ്ങ ഒരു പീസ്, ഇത് നമ്മളിവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു പൂപ്പ് കയറിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇതിനെയും കൂടെ തിരുമി എടുക്കണം.
അങ്ങനെ നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. അതാ തേങ്ങ തിരുമ്മിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് മുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്യണം. അതായത് ഉപ്പ്, മുളക് പൊടി, ഇത്തിരി സവാള, തേങ്ങ. അതാ ചമ്മന്തി. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചോറ്, അച്ചാറ്, ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയും പിന്നെ ദാ ഇത്തിരി രസവും. ഇതാണ് ഇന്നത്തെ ആഹാരം. ഒന്നുമില്ല കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. പാവപ്പെട്ടവൻ്റെ ഫുഡ്. കുട്ടി പറഞ്ഞേ ഇന്നിത്തി വാരി കൊടുക്കണേന്ന് പറഞ്ഞില്ല. അപ്പുറത്ത് പോയി അവക്കായിട്ട് തോരനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേട്ടോ. അപ്പൊ തോരൻ വെച്ചാണ് മീനുകുട്ടി ചോറ് കഴിക്കുന്നത്. അല്ലെ മീനു? ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അപ്പം അതൊക്കെ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നല്ല വെയിൽ കേട്ടോ ഇപ്പം. അപ്പം ഈ വെയിലൊന്ന് പോയതിന് ശേഷം വൈകുന്നേരം തുണി കഴുകി എടുക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കണം. ഇവിടെ നിൽക്കാൻ പാങ്ങില്ല, ഭയങ്കര വെയിൽ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ക്രിസ്തു കിരൺ സ്കൂൾ, ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി എടുക്കുന്ന വണ്ടി ഓടിക്കുന്ന സ്കൂളാണ് കേട്ടോ അത്. ഹൈസ്കൂൾ. ഈ സ്കൂളിൽ വന്നു. ഞാൻ ഓടുന്ന വണ്ടി ഇതാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.